നമസ്കാരം. കൊച്ചി തേവര SH കോളേജിലെ പൊതുപരിപാടിയിൽ KSU പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനെ മൈൻഡ് ചെയ്യാതെ നടന്നു നീങ്ങിയ മുഖ്യമന്ത്രി VD സതീശനെതിരെ കോൺഗ്രസിൽ അമർഷം. സർക്കാർ പ്ലീഡർ നിയമനങ്ങളിൽ KSU നിലപാട് മുഖ്യമന്ത്രിയെ ക്ഷുഭിതനാക്കിയിട്ടുണ്ടെങ്കിലും ആ പ്രശ്നത്തിൽ KSUവിനോട് പ്രതികാര ബുദ്ധി കാണിക്കേണ്ടിയിരുന്നില്ല എന്ന വികാരമാണ് കോൺഗ്രസിൽ പൊതുവെയുള്ളത്. പ്ലീഡർ നിയമനങ്ങളിൽ KSUവിനെതിരെ നിലപാടെടുത്ത മുഖ്യമന്ത്രി അലോഷ്യസ് സേവ്യറിനെ കണ്ടപ്പോൾ ഗൗനിക്കാതെ നടന്നു നീങ്ങുകയായിരുന്നു. അലോഷ്യസ് മുഖ്യമന്ത്രിയോട് ചിരിക്കാനും സംസാരിക്കാനും ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ ആവർത്തിച്ചാണ് നൽകിയത്. KSU സംസ്ഥാന പ്രസിഡന്റിനെ ഇങ്ങനെ അപമാനിക്കേണ്ടതുണ്ടായിരുന്നോ എന്ന ചോദ്യം ഇപ്പോൾ കോൺഗ്രസിൽ ശക്തവുമാണ്. KSUവിനും യൂത്ത് കോൺഗ്രസിനും വലിയ പ്രാധാന്യം കൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഇത് AK ആന്റണിയും ഉമ്മൻചാണ്ടിയുമെല്ലാം ആവർത്തിച്ച് പറഞ്ഞിരുന്ന കാര്യമായിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് KSU പ്രസിഡന്റിനെ ഇത്ര അപമാനിക്കേണ്ടിയിരുന്നില്ല എന്ന വികാരം കോൺഗ്രസിൽ ശക്തമാവുന്നത്. സർക്കാർ പ്ലീഡർ പ്രശ്നവുമായി അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രിയെ കാണാൻ സമയം തേടിയെങ്കിലും സതീശൻ അതും അനുവദിച്ചിരുന്നില്ല. ഇതും വിവാദമായിരുന്നു. വലിയ അപമാനമാണ് വ്യക്തിപരമായും സംഘടനാപരമായും KSU സംസ്ഥാന അധ്യക്ഷന് മുഖ്യമന്ത്രിയിൽ നിന്നും നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ പ്രശ്നം കോൺഗ്രസിൽ പുകയുകയുമാണ്. പൊതുവേദിയിൽ KSU അധ്യക്ഷൻ അപമാനിതനായത് KSU സംസ്ഥാന നേതൃത്വത്തെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. പ്ലീഡർ നിയമനത്തിൽ സർക്കാർ വരുത്തിവെച്ച വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചതാണ് മുഖ്യമന്ത്രിയുടെ പ്രശ്നമെങ്കിൽ ആ തെറ്റ് ഇനിയും ആവർത്തിക്കുമെന്നാണ് അലോഷ്യസ് പറഞ്ഞത്. ഇതിൽ ഒരു വെല്ലുവിളിയുടെ സ്വരമുണ്ടെന്നത് ശ്രദ്ധേയവുമാണ്. പ്ലീഡർമാരുടെ കാര്യം തീരുമാനിക്കുന്നത് യൂണിറ്റ് കമ്മിറ്റിയാണോ എന്നും അവർക്കിതിൽ എന്ത് റോളാണ് ഉള്ളത് എന്നുമാണ് പരിഹാസരൂപേണ മുഖ്യമന്ത്രി ചോദിച്ചത്. ഇതിൽ പ്രതിഷേധിച്ച് അലോഷ്യസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അതൃപ്തി അറിയിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അലോഷ്യസുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രി VD സതീശൻ അനുമതി നൽകിയിരുന്നില്ല. SFI ABVP പശ്ചാത്തലമുള്ളവരെ സർക്കാർ പ്ലീഡർമാരാക്കിയതാണ് പരസ്യ വിമർശനവുമായി KSU രംഗത്തെത്താൻ കാരണം. എന്നാൽ മന്ത്രിമാരായ K മുരളീധരനും AP അനിൽകുമാറും മുഖ്യമന്ത്രിയെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. KSU പരിധി ലംഘിക്കരുതെന്നാണ് അനിൽകുമാർ പറഞ്ഞത്. മുഖ്യമന്ത്രി KSUവിനെ തള്ളി പറഞ്ഞിട്ടില്ലെന്നാണ് മുരളീധരൻ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ KSUവിന് വേണ്ടി ശക്തമായ പ്രതികരണവുമായി കൊച്ചിയിൽ നിന്നും ദീപ്തി മേരി വർഗീസ് രംഗത്തുണ്ട്. ജയിലിൽ കിടന്നും സമരം ചെയ്തും പ്രതിപക്ഷത്തിരുന്ന് പോരാടിയ ഒരു നേതാവും KSUവിനെതിരെ പറയില്ല എന്നാണ് ദീപ്തി പറഞ്ഞത്. പ്രക്ഷോഭം നയിക്കുകയോ പോലീസ് ലാത്തിചാർജിൽ അടികിട്ടുകയോ ജയിലിൽ കിടക്കുകയോ ചെയ്യാതെയാണ് സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ എത്തിയത് എന്ന വിമർശനം കോൺഗ്രസിൽ ശക്തമാണ്. ഒരു പ്രശ്നം വന്നപ്പോൾ ഈ വിമർശനത്തിൽ പിടിച്ച് സതീശനെ നേരിട്ട് ആക്രമിക്കുകയാണ് ദീപ്തി ചെയ്തത്. പ്ലീഡർ നിയമനങ്ങൾ കോൺഗ്രസിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണെന്ന് നേതാക്കളുടെ പ്രതികരണങ്ങൾ സൂചന നൽകുകയാണ്.